തനിക്കടുത്തേക്ക് നടന്നു വരുന്ന കാൽപാദങ്ങളെ ചലനം അറിഞ്ഞതും നന്ദു പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. ചുറ്റിനും ഇരുട്ട് മൂടിക്കിടക്കുന്നു. അവൾ വാതിൽക്കിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തിൽ വാതിൽ മലർക്കെ തുറന്നതും അവൾ ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി. വാതിൽ കടന്ന് അകത്തേക്ക് കയറി വരുന്ന സഹീറിനെ കണ്ടതും അവളിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും സംഭവിച്ചില്ല. അവനെ തന്നെയായിരുന്നു അവൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചുമരിലേക്ക് ചാരിയിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മൈ ബേബി ഗേൾ. അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവനൊരു വശ്യമായി ചിരിയോടെ പറഞ്ഞതും അവൾ ചുണ്ടെന്ന് കൂട്ടി അവനെ നോക്കി പൂച്ചിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. ഇതാണ് എന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന നന്ദു. നിന്റെ ഈ ആറ്റിറ്റ്യൂഡ്. മരണം വന്ന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും നിന്റെ യാതൊരു കൂസലും ഇല്ലാത്ത ഭാവം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടമായത്. നിന്നെ അങ്ങനെ വിട്ടുകളയാൻ തോന്നാത്തതും അതുകൊണ്ട് മാത്രമാണ്. അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതി എഴുന്നേറ്റ് മാറിൽ കൈയും കെട്ടി നിന്നും. അവൾ എഴുന്നേറ്റതും അവനും അവളുടെ കൂടെ എഴുന്നേറ്റും. എന്നാലും നീ എനിക്ക് അന്ന് തന്നൊരു മുട്ടം പണി തന്നെയായിരുന്നു കേട്ടോ. 2 മാസമാണ് നീ എന്നെ ബെഡിൽ തന്നെ കിടത്തിക്കളഞ്ഞത്. അവളെ നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്നും പുച്ഛിച്ച് ചിരിച്ചു. അല്ലെങ്കിലും ഞാൻ പണികൾ കൊടുക്കുമ്പോൾ അറിഞ്ഞു കൊടുക്കാറുള്ളൂ. അല്ല, ഭാര്യയ്ക്കും കുടുംബത്തിനുമൊക്കെ സുഖം തന്നെയല്ലേ? അവളൊരു പുച്ഛത്തോടെ ചോദിച്ചു കേട്ട് ഒരു നിമിഷം അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. എങ്കിലും നിമിഷം നേരം കൊണ്ട് അവിടെ കൗശലം നിറഞ്ഞു. നീ ഇപ്പോൾ ഉദ്ദേശിച്ചത് ശ്രേയയെക്കുറിച്ചാണെങ്കിൽ അവൾക്കും ഇപ്പോൾ പരമസുഖമല്ലേ? മണിക്കൂറുകൾ കഴിയും തോറും മാറി മാറി അനുഭവിക്കുന്ന സുഖത്തിൽ അവളിപ്പോൾ ഒരുപാട് ആനന്ദിക്കുന്നുണ്ടാകും. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി നീട്ടിച്ചൊളിച്ചു. ശ്രേയ ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ നന്ദു? അവനൊരു കൗശലക്കാരനായി കുറുക്കൻ്റെ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നും. ഈ മുംബൈ സിറ്റിയിലെ നല്ല മുന്തിയ ഇനം വേശ്യാലയത്തിൽ, അവിടെയാണ് അവളിപ്പോൾ കഴിയുന്നത്. ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ പകച്ചുപോയി. അവൾ ഞെട്ടലോടെ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്താ നിങ്ങൾ പറഞ്ഞത്? ശ്രേയയ്ക്ക് എന്തു പറ്റിയെന്നാ താൻ പറഞ്ഞത്? അവൾ വിശ്വസിക്കാനാകാതെ അവൻ്റെ കോൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. അവൾക്ക് എൻ്റെ ഭാര്യയെ ജീവിക്കണം അത്രേ. അവൾ എന്നെ വിട്ടു പോകില്ലത്രേ. കാൽ കാശിന് ഗതിയില്ലാത്ത അവളെ ഞാൻ എൻ്റെ പട്ടമഹർഷിയായിട്ട് വാഴിക്കണമെന്ന് വാഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. എൻ്റെ മാത്രമല്ല, എന്നെപ്പോലെ ചോരയും നീരുമുള്ള ഒരുപാട് ആണുങ്ങളുടെ പട്ടമഹർഷിയെ വിലസുന്നുണ്ട് അവളിപ്പോൾ. ഒരു നിമിഷം അവൻ്റെ ആ തുറന്ന പറച്ചിൽ അവൾ തറഞ്ഞു നിന്ന് പോയി. അതോടൊപ്പം ഇപ്പോഴത്തെ ശ്രേയയുടെ അവസ്ഥ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അവളുടെ അവസ്ഥയ്ക്ക് താനും ഒരു നിമിത്തമായല്ലോ എന്നവൾ വിഷമത്തോടെ ഓർത്തു. എന്തു പറ്റി നന്ദു? പേടി തോന്നുന്നുണ്ട് നിനക്ക്? അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടതും അവൻ വല്ലാത്തൊരു ഭാവത്തിൽ അവളോട് ചോദിച്ചു. അതിനവൾ മറുപടിയൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയുള്ളൂ. അവൻ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. ഭ്രാന്തന്മാരെ പോലെയുള്ള അവൻ്റെ അട്ടഹാസം അവളിൽ വല്ലാത്തൊരു അലവസരമുണ്ടാക്കി. സ്റ്റോപ്പ് ഇറ്റ്. അവൾ ഇരു ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് അലറിയെങ്കിലും അവൻ അപ്പോഴും അട്ടഹാസം തുടർന്നുകൊണ്ടേയിരുന്നു. ഐ സേ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. സമനില തെറ്റിയവളെപ്പോലെ അവൾ അലറിയതും അവനൊരു നിമിഷം ചിരി നിർത്തി അവളെ തന്നെ നോക്കി നിന്നു. എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ! സ്വന്തം ഭാര്യയെ പോലും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്ത ബാസ്റ്റർഡ്. അവൾ അവനെ നോക്കി ഉറക്ക പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ കുറുകി, മുഖം വലിഞ്ഞു മുറുകി. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളുടെ മുടി കുത്തിപ്പിടിച്ച് ഉയർത്തി ചുമലിലേക്ക് ചേർത്ത് നിർത്തി. തല പറഞ്ഞു പോകുന്ന വേദനയിൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് അവനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എന്തു പറഞ്ഞടി നീ പാന്ന? അവൻ അവളെ തല ചുമലിലേക്ക് ഇടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആ അമ്മേ! ശക്തമായ അടിയിൽ അവളെ നെറ്റിപ്പിട്ട് ചോര വന്നതും അവൾ ഇരു കൈകൾ കൊണ്ടും തല താങ്ങി നിന്ന് കുഞ്ഞു നിന്നും. അതെടി, ഞാൻ കൂട്ടിക്കൊടുപ്പുകാരൻ തന്നെയാ. ഭാര്യ മാത്രമല്ല, സ്വന്തം അമ്മയും പെങ്ങളെ പോലും കൂട്ടിക്കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെയുള്ള എനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ ഒരേ ഒരു പെണ്ണായിരുന്നു നീ. അതുകൊണ്ട് തന്നെയാണ് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ മോഹിച്ചത്. അതൊരു രാത്രിയിലേക്കോ ഒരു ദിവസത്തിലേക്കോ ആയിരുന്നില്ല. ഈ ജീവിതകാലം മുഴുവനും നിന്നെ എനിക്ക് വേണമായിരുന്നു. നിന്റെ സൗന്ദര്യം എനിക്ക് ആസ്വദിക്കണമായിരുന്നു. പക്ഷെ നീയോ ഒരു പട്ടിയെ പോലെ എന്നെ ആട്ടി ഓടിച്ചു. പലവട്ടം ഞാൻ ഇഷ്ടം പറഞ്ഞു വന്നപ്പോഴും നിന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. നിന്നെ സ്വന്തമാക്കാനായി എന്തൊക്കെ പ്ലാനിങ് ഞാൻ നടത്തിയതാ, എല്ലാം നീ തകർത്ത് കളഞ്ഞു. അവനൊരു സൈക്കിയെ പോലെ അവളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അവൻ കാണിക്കുന്ന ഓരോ ചേഷ്ടകളും അവളിൽ ഭയത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിരുന്നു. നിനക്കറിയാം നന്ദു, അന്ന് രാത്രി ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടിരുന്നതെന്ന്. നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ. നിന്റെ ശരീരത്തിലെ ഓരോ വണവും എനിക്ക് മാത്രം സ്വന്തം. അങ്ങനെ ഓരോന്ന് സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു ആ രാത്രി ഞാൻ കഴിഞ്ഞത്. പക്ഷെ നിനക്ക് പകരം എൻ്റെ മുന്നിലേക്ക് വന്നതോ അവൾ ആശ്രയ. സെക്സ് ഡ്രഗ്സ് ഓവർ ഡോസ് എടുത്തുകൊണ്ട് തന്നെ മുന്നിൽ കണ്ടത് നീയാണോ അവളാണോ എന്ന് തിരിച്ചറിയാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അന്ന് നീയാണെന്ന് കരുതി
അവളുടെ ശരീരത്തെ ഭോഗിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ നിൻ്റെ ഈ വെണ്ണപ്പുള്ള ശരീരം മാത്രമായിരുന്നു. നിൻ്റെ ഈ കൂമ്പിയടഞ്ഞ കണ്ണുകൾ, ചെറിയ പഴം പോലുള്ള അതരങ്ങൾ, നിറഞ്ഞ മാറിടങ്ങൾ ഒക്കെയും എൻ്റെ സിരകളിലെ ചോരയോട്ടം വർദ്ധിപ്പിച്ചതേയുള്ളൂ. അവൻ വശ്യമായി നോട്ടത്തോടെ അവളുടെ ദേഹം ആകെ കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. ചേ, അവൻ്റെ നോട്ടത്തിലും വാക്കുകളിലും അവളുടെ ദേഹം ആകെ പുഴുവരിക്കുന്നത് പോലെ തോന്നി. അന്ന് നീ എനിക്കെതിരെ കേസ് കൊടുത്തില്ലേ? ആ സമയം നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് നിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെങ്കിലും നിന്റെ മുന്നിലേക്ക് വരാതെ ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നത്. പക്ഷെ അവിടെ നീ എന്നെ തോൽപ്പിച്ചു. 2 മാസം നീ എന്നെ കിടത്തി കളഞ്ഞു. മുറിവ് തുടങ്ങിയ ശേഷം നിന്നെ അന്വേഷിച്ചറിയാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നില്ല കേരളത്തിൽ. ഒടുവിൽ നിരാശയോടെ തിരികെ മുംബൈയിലേക്ക് തന്നെ വന്നു. പതിയെ നിന്നെ മറന്നു തുടങ്ങിയ ആ സമയത്തായിരുന്നു ഒരിക്കൽ ഷോപ്പിംഗ് മാളിൽ വെച്ച് നിന്നെ കാണുന്നത്. ഓരോരുത്തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന നിന്നെ കാണുന്നതും എനിക്കുണ്ടായ ദേഷ്യം എത്രയാണെന്ന് നിനക്കറിയാമോ നന്ദു? അപ്പോഴാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയും നെറുകയിലെ സിന്ദൂരവും കാണുന്നത്. അതോടെ എൻ്റെ സമനില തെറ്റി. ഭ്രാന്ത് പൊഴിച്ചതുപോലെ നടന്നപ്പോഴാണ് എന്നെ സഹായിക്കാനായി എൻ്റെ അനുജന്മാർ മുന്നിട്ടിറങ്ങിയത്. അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. അങ്ങനെ എന്നെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട എൻ്റെ സഹോദരന്മാർ ആരൊക്കെയാണെന്നായിരിക്കും നീ ഇപ്പോൾ ആലോചിക്കുന്നത്? അവളുടെ നോട്ടം കണ്ടതും അവനൊരു ചീറ്റിയോടെ ചോദിച്ചു. നീ സംശയിക്കുന്ന ആൾ തന്നെയാ, നിന്റെ പുതിയ ഇംഗ്ലീഷ് പ്രൊഫസർ സാവന്ത് മുഹമ്മദ്, എൻ്റെ അനുജൻ. പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിലും പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും അത് കേട്ടപ്പോൾ അവളൊരു ഞെട്ടലുണ്ടായി. നിന്നെ എൻ്റെ അരികിലെത്തിക്കാൻ എൻ്റെ അനുജന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അതെങ്ങനെ? നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നവൻ നിന്നെ സംരക്ഷിക്കാനായിട്ട് കോളേജിന് പുറത്തു മുഴുവനും ആളുകളെ ഏർപ്പാടാക്കി ചെയ്തിരിക്കുകയല്ലേ? അതും അമ്മനോടൊപ്പം ചേർന്ന്. അതിൽ ഞാനൊന്ന് ഭയന്നു കേട്ടോ. എങ്ങനെയൊക്കെ ഭയക്കാതിരിക്കും? ഒരു കാലത്ത് ഈ മുംബൈ നഗരത്തിൽ അടക്കി വാണിരുന്ന സൈക്കോ ഡെവിളായിരുന്നില്ലേ അമൻ ദേവ് വർമ്മ. അപ്പോൾ ഭയക്കണം. അവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നോട്ട് വലിഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാനാ? നിന്നെ അങ്ങനെ വീട്ടുകളിൽ എനിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. നിന്റെ ഈ സർപ്പസൗന്ദര്യം ഒരിക്കലെങ്കിലും ആസ്വദിക്കാതെ എങ്ങനെ ഞാൻ വിട്ടുകളയും? കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് വശ്യമായി പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. എന്താടി, വെറുപ്പ് തോന്നുന്നുണ്ടോ നിനക്ക്? എന്നാൽ നീ അങ്ങോട്ട് ഈ വെറുപ്പ് സഹിച്ചേ മതിയാകൂ. അന്ന് നിന്റെ സ്ഥാനത്ത് ആശ്രയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതും ഇതേ വെറുപ്പ് തന്നെയായിരുന്നടി. അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. കാര്യം അവളും അസലൊരു മുതൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നാട്ടുകാർ കൂടി കെട്ടിച്ചപ്പോൾ കുറച്ചു കാലം അവളെ എൻ്റെ കൂടെ നിർത്തിയത്. ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ അവൾക്ക് എൻ്റെ ഭാര്യയെ ജീവിതകാലം മുഴുവനും കഴിയണമെന്ന്. എൻ്റെ കൂടെ കഴിയുമ്പോൾ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ വിട്ടുപോകാൻ അവൾക്ക് വയ്യുന്നു. അപ്പം പിന്നെ അവളെ വെച്ച് നല്ലോണം അമ്മങ്ങ് മുതലാക്കാമെന്ന് ഞാനും കരുതി. അങ്ങനെ അവളെ ഒരു മാർവാടിക്ക് വിൽക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്ന് ചേർന്നത് ലക്ഷങ്ങളായിരുന്നു. അവനൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതൊരിക്കലും ശ്രേയ എന്ന പെണ്ണിനെക്കുറിച്ച് ഓർത്തായിരുന്നില്ല, മറിച്ചുള്ള അനുഭവിച്ച ഇപ്പോഴും അനുഭവിക്കുന്ന വേദനകൾ ഓർത്തുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു മകളെ അന്വേഷിച്ചുകൊണ്ടുള്ള ആ തന്തക്കിളവൻ്റെ വരവ്. ആദ്യമൊക്കെ അയാളെ പരമാവധി ഞാൻ ഒഴിവാക്കി വിടാൻ നോക്കിയതാ. പക്ഷെ അയാൾ മോളെ കണ്ടിട്ടേ പോവുള്ളൂ അത്രേ. പിന്നെ ഞാൻ അങ്ങ് കാണിച്ചു കൊടുത്തു. സ്വന്തം മകൾ പലരുടെയും കൂടെ കിടക്കുന്ന കാഴ്ച അയാൾക്ക് വിശദമായിട്ട് തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തു. അതോടെ അയാളുടെ സ്വഭാവം മാറി. കേസ് കൊടുക്കും പോലും, അതും ഈ സഹീർ മുഹമ്മദിനെതിരെ. അതോടെ അയാളെ അങ്ങ് തീർത്ത് കളഞ്ഞു ഞാൻ. ഇപ്പം മുകളിലിരുന്ന് കേസ് നടത്തുന്നുണ്ട്. അവനൊരു പരിഹാസത്തോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. നിനക്കൊരു കാര്യം അറിയോ നന്ദു? എന്നെ നോവിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അവരെയൊക്കെ അതിക്രൂരമായി കൊന്നൊടുക്കിയിട്ടേയുള്ളൂ. പക്ഷെ നീ ഞാൻ വേദനിപ്പിക്കില്ല കേട്ടോ, സ്നേഹിക്കുള്ളൂ. അവൻ കുടിലമായി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ തൊടാൻ തുടങ്ങിയതും പെട്ടെന്ന് ഡോർ തുറന്ന് ഒരാൾ അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന സാവന്തിനെ കണ്ടും അവളുടെ കണ്ണുകൾ കുറങ്ങി. ഹായ് നന്ദിനി, സുഖാണോ? അകത്തേക്ക് കയറി വന്നവനൊരു പരിഹാസ ചിരിയോടെ ചോദിച്ചതും അവൾ അവനെ രൂക്ഷമായി നോക്കി. നീ നോക്കി സഹിക്ക, ഈ കട നന്ദൂസിന് ദേഷ്യം വരുന്നുണ്ട്. അവനൊരു പുച്ഛച്ചിരിയോടെ നന്ദുവിനെ നോക്കിയ ശേഷം സഹീറിനോടായി പറഞ്ഞു. ഈ ദേഷ്യമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സവി. സത്യത്തിൽ ഇവളുടെ ഈ ആറ്റിറ്റ്യൂഡല്ലേ ഞാൻ വീണു പോയത്, അല്ല നന്ദൂസേ? അവൻ പറഞ്ഞു കേട്ടത് നന്ദു പുച്ഛത്തോടെയും വെറുപ്പോടെയും മുഖം തിരിച്ചു. നിനക്കറിയോ നന്ദു, ദീപൻ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ. എനിക്ക് വേണ്ടിയാ ഇവൻ നിന്റെ കോളേജിൽ ജോയിൻ ചെയ്തു. നിന്നെ എൻ്റെ അരികിലെത്തിക്കാൻ വേണ്ടിയാണ് തിരക്കുള്ള ഒരു ബിസിനസ്മാനിൽ നിന്നും ഇവനൊരു അധ്യാപകനായി മാറിയത്. സഹീർ പറഞ്ഞു കേട്ട് നന്ദു സാവന്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അതൊന്നും ഓർത്ത് എൻ്റെ നന്ദു പേടിക്കണ്ട. ക്ലാസ് ഇവൻ ഒത്തിരി ഹാർഷായിട്ട് സംസാരിക്കുമെങ്കിലും ഇവിടെ എൻ്റെ മുന്നിൽ വെച്ച് ഇവൻ വളരെ മാന്യമായിട്ട് നിന്നോട് പെരുമാറും, അല്ല സവി? അതേക്കാ. അതും പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിച്ചിരിച്ചത് നന്ദു അവർ രണ്ടുപേരെയും മാറി മാറി ഒന്ന് നോക്കി. പതിയെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. നിമിഷങ്ങൾക്കകം അവളുടെ ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറി.
സഹീറും സാവന്തും അവളുടെ ഭാവമാറ്റത്തിൻ്റെ കാരണം അറിയാതെ അവളെ നെറ്റിച്ചുളിച്ചുകൊണ്ടെന്ന് നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം ചിരിയൊന്ന് അടങ്ങിയത് നന്ദു അവരെ മറികടന്നുകൊണ്ട് മുന്നിലായിട്ടിരിക്കുന്ന ചെയറിലേക്ക് പോയിരുന്നു. ശേഷം അവരെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. പേടിയോ? എനിക്കോ? അതിനെ പേടിക്കേണ്ടത് ഞാനല്ലല്ലോ സഹീറേ, നിങ്ങളല്ലേ? കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത ഭാവത്തിൽ നന്ദു പറഞ്ഞതും അതുവരെ അവളെ സംശയത്തോടെ നോക്കിയെന്ന സഹീറും സാവന്തും അവളെ സംശയത്തോടെ നോക്കി. ഇത്രയും സമയം നിങ്ങളുടെ അവസരമായിരുന്നു. ആൻഡ് ദിസ് ടൈം ഫോർ മൈ ടൈം. അവളുടെ ഓരോ ഭാവത്തിലും സംസാരത്തിലും വല്ലാത്തൊരു ആത്മവിശ്വാസം കടന്നു വന്നതുപോലെ അവർക്ക് തോന്നി. നീ എന്താടി ഞങ്ങളെ പീഡിപ്പിക്കാൻ നോക്കുവാണോ? അവളെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ സാവന്തിനും വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ ദേഷ്യത്തോടെ അവളെ നേരെ ചെറിയതും അവളൊന്ന് ചുണ്ടുകൊട്ടി ചിരിച്ചു. എന്നാൽ സഹീർ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ഒന്നും കാണാതെ അവളിൽ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നന്ദിനി? സഹീർ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളൊന്ന് പുതിച്ച് ചിരിച്ചു. വൈ നോട്ട് സഹീർ? യാതൊരു സങ്കോചവും ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് പുറത്തിറങ്ങാനും കഴിയും. അവർ ഇരുവരെയും നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവൾ ചെയറിലേക്ക് ചാരിയിരുന്നു. അതിന് നീയായിട്ട് ഇങ്ങോട്ട് കയറി വന്നതല്ലോ, ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നതല്ലേ? സാവന്ത് പുച്ഛത്തോടെ പറഞ്ഞത് നന്ദു അവൻ നോക്കി നിന്ന് ചിരിച്ചു. അവളുടെ ചിരിയുടെ അർത്ഥം മനസ്സിലായതുപോലെ സഹീറിന്റെ കണ്ണുകളൊന്ന് കുറുകി. അപകടം മണത്തതുപോലെ അവൻ ചുറ്റിനുമൊന്ന് നോക്കി. എന്തേക്കാ? പെട്ടെന്നുള്ള അവൻ്റെ വെപ്രാളം കണ്ട് സാവന്ത് സംശയത്തോടെ ചോദിച്ചു. നത്തിങ് സവി, ബട്ട് എന്തൊരു അപകടം മണക്കുന്നു. അവൻ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാവന്തിനോടായി പറഞ്ഞതും ആ നിമിഷം അതിന് ആക്കം കൂട്ടുന്നതുപോലെ അവളുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. യു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ സഹീർ. നന്ദുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചതും ആ നിമിഷം സഹീറിൻ്റെ ഫോണിൻ്റെ ബെൽ അവിടെ ആകെ മുഴങ്ങിക്കേട്ടു. അവൻ വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലേക്ക് എടുത്ത് നോക്കി. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന തൻ്റെ പിയുടെ നമ്പർ കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. നന്ദുവിൻ്റെ ചുണ്ടിലെ ചിരിയും ആ സമയത്തെ പിയുടെ വിളിയോടെയായതും അവൻ്റെ ഉള്ളിൽ ആപത്ത് ശങ്ക വർദ്ധിച്ചു. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചതും മറുവശത്ത് നിന്ന് കേട്ട വാക്കുകളിൽ അവൻ ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി. നോ. ഒരു വലർച്ചയുടെ അവൻ ഫോൺ നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് ഗോഡൗണിൽ തന്നെ സ്ഥാപിച്ചിരുന്ന TV ഓൺ ചെയ്തു. ഒരു നിമിഷം അതിലെ ന്യൂസ് കണ്ടതും സഹീറിനോടൊപ്പം സാവന്തും ഒന്ന് പകച്ചുപോയി. മുംബൈ നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. SM സ്ട്രെസിൻ്റെ കീഴിലുള്ള SM ഹോസ്പിറ്റലിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള മയക്കുമരുന്നുകൾ പിടിച്ചത്. മയക്കുമരുന്ന് കൂടാതെ SM ഹോസ്പിറ്റലിൽ നിന്നും ഓർഗൻ ട്രാഫിക്, ഹ്യൂമൻ ട്രാഫിക്, അങ്ങനെ ഇല്ലീഗലായ പല ബിസിനസ്സുകളും നടക്കുന്നതിൻ്റെ രേഖകൾ പിടിച്ചെടുത്തു. SM ഇൻഡസ്ട്രീസിൻ്റെ ഓണറായ മുഹമ്മദ് മൻസിൽ സഹീർ മുഹമ്മദ് ഒളിവിലാണ്. അയാളെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. TVയിൽ ന്യൂസ് കണ്ടതും സഹീറും സാവന്തും ഞെട്ടലോടെ നന്ദുവിനെ നോക്കി. അവളെ യാതൊരു കൂസലില്ലാതെയുള്ള ചിരി കണ്ടതും സാവന്തിൻ്റെ കണ്ണിൽ അവളുള്ള ദേഷ്യം മലതള്ളി. അവൻ്റെ മനസ്സിലേക്ക് ന്യൂസിൽ പറഞ്ഞ ഓരോ വാക്കുകളും അലയടിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം കുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന സഹീറിൻ്റെ മുഖം കൂടെ കടന്നു വന്നതും അവൻ ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് പാഞ്ഞു. പാഞ്ഞ ഞങ്ങൾ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടി. പാഞ്ഞു വന്ന് അവളെ മുഖത്തിന് നേരെ കൈ ഉയർത്തിയതും എടുത്തറിഞ്ഞതുപോലെ അവനൊരു അലർച്ചയുടെ നിലത്തേക്ക് പതിച്ചു. ആ സവി. സഹീർ ഞെട്ടലോടെ അവൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശേഷം മുഖം തിരിച്ച നന്ദുവിനെ നോക്കിയതും തങ്ങളെ കത്തിക്കാൻ പാകത്തിന് ദേഷ്യമായി നിൽക്കുന്നവളെ കണ്ട് അവർ ഒന്ന് പകച്ചു. നീക്ക് എന്ത് കരുതിയടാ? ഞാൻ വെറുതെ വന്ന് നിന്റെ കയ്യിലേക്ക് ചാടി തന്നതാണോ? ഇത് നിനക്കൊക്കെയുള്ള പണിയായിരുന്നടാ. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും സഹീർ സാവന്തും നിലത്തുനിന്നും പതിയെ എഴുന്നേറ്റു. നീ എന്താ കരുതി സഹീർ? നിന്റെ നീക്കങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്നോ? അറിയാമായിരുന്നടാ. നീ എനിക്കെതിരെ സ്കെച്ച് എടുത്തും എൻ്റെ പിന്നാലെ നിഴൽ പോലെ ആൾക്കാരെ ഏർപ്പാടാക്കിയതുമൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിയുന്നുണ്ടായിരുന്നു. തെറ്റിപ്പോയത് ഇവൻ്റെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷെ അവിടെയും ഞാൻ ഇവനെ തിരിച്ചറിഞ്ഞിരുന്നു. നിന്നെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് ഇവൻ്റെ നാവിൽ തന്നെ ഞാൻ അറിഞ്ഞിടാ ഇവൻ നിന്റെ സഹോദരനാണെന്ന കാര്യം. നീ ഓർക്കുന്നുണ്ടോ സാവന്ത്? എന്നെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യം നീ C ബ്ലോക്കിലെ അടഞ്ഞ ക്ലാസ് റൂമിലിരുന്ന് PG സെക്ഷനിലെ ആ പെൺകുട്ടിയോട് കൃത്യമായി പറഞ്ഞാൽ നിന്റെ കാമുകി ആലിയ നസീറിനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നില്ലേ? ആ സമയത്ത് നിൻ്റെയൊക്കെ തൊട്ടു പിന്നിൽ ഞാനുണ്ടായിരുന്നു. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി നീ ആരാണെന്നും എന്താണെന്നും. പിന്നെ നിന്റെ മറ്റവൾ വന്ന് പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ വന്നതും ഇന്നത്തോടെ എല്ലാം അങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അവൾ പറഞ്ഞു കേട്ടതും അവർ രണ്ടുപേരും അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ മോനെ സാവന്തേ, നിന്റെ വാക്കും കേട്ട് എനിക്കിട്ട് പണിയാൻ വന്ന നിന്റെ കാമുകിക്കുള്ള പണി ഓൺ ദി സ്പോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവളൊരു പരിഹാസത്തോടെ പറഞ്ഞതും അവൻ്റെ ഒരു ഞെട്ടലുളവായി. അവൻ വേഗം ഫോൺ എടുത്ത് അരിയെ വിളിച്ചു. മറുവശത്തും ബെല്ലടിക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിക്കപ്പ് അലി.
അവൻ പിറുപിറുത്തുകൊണ്ട് വീണ്ടും വീണ്ടും അവളെ വിളിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടതും അവളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. നീ ഇനി അവളെ വിളിച്ച് സമയം കളയേണ്ട സാവന്ത്. അവൾ ആ കൊളാറ്റന് ചെയ്യില്ല. അവൾ പറഞ്ഞു കേട്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി. അവളിപ്പോൾ ആക്സിഡൻ്റായി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. നോ. യേസ് ഡിയർ. അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. അങ്ങനെ ഞങ്ങൾക്കിട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് നീയൊന്നും അങ്ങനെ രക്ഷപ്പെടേണ്ടടി. അതിനു മുന്നേ നിന്നെ ഞങ്ങളങ്ങ് പരലോകത്തേക്ക് അയച്ചിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അടുത്ത് കിടന്ന ഒരു ഇരുമ്പ് ദണ്ട് കയ്യിലേക്ക് എടുത്ത് വർദ്ധിച്ച പകയുടെ സാവന്ത് അവളെ നേരെ പാഞ്ഞെടുത്തു. സഹി നോ. സഹീറിന് മുന്നേ തടയാൻ കഴിയും മുന്നേ അവനത് അവളെ നേരെ ആഞ്ഞു വീശി. കാതടുപ്പിക്കുന്ന ശബ്ദത്തിൽ ഒരു വെടി ശബ്ദം കേട്ടതും നന്ദ തൻ്റെ ഈ ചെവികളും പൊത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. സാവന്തിൻ്റെ നിലവിളി അവിടെ ഉയർന്നു കേട്ടതും സഹീർ ഞെട്ടലോടെ അവൻ്റെ അരികിലേക്ക് ഓടി വന്നു. സവി. നിലത്ത് വീണ് കിടന്ന് പുളയുന്ന സാവന്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ആ ഇക്ക, എൻ്റെ കൈ. അവൻ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു. അപ്പോഴാണ് അവൻ്റെ കൈ വെള്ളയിലൂടെ ഒഴുകിയിറങ്ങുന്ന ബ്ലഡും അതിൽ തറഞ്ഞിരിക്കുന്ന ഒരു ബുള്ളറ്റും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ ഞെട്ടലോടെ നന്ദുവിനെ നോക്കിയതും അവളുടെ കയ്യിൽ യാതൊരു ആയുധങ്ങളും ഇല്ലെന്ന് കണ്ട് അവൻ ചുറ്റിനും നോക്കി. അവിടെ നിന്ന് മാറിയും കാണാതെയും അവൻ്റെ കണ്ണുകൾ കുറങ്ങി. ഹേയ്, ഹു ആർ യു? അവൻ ചുറ്റിനും നോക്കിക്കണ്ട് അലറി വിളിച്ചു. പെട്ടെന്ന് നന്ദുവിൻ്റെ ഉറുക്കിള ചിരി കേട്ടതും അവരിരുവരും അവളെ തിരിഞ്ഞു നോക്കി. അവളെ അഭാവം കണ്ടതും ഇനി അവളാണോ സാവന്തിനെ ഷൂട്ട് ചെയ്തതെന്ന് സഹീന് സംശയമായി. പക്ഷെ അവളുടെ കയ്യിൽ ഗണ്ണെങ്ങനെ വരും? അവൻ അവളുടെ കയ്യിലേക്ക് ഒന്നുകൂടി നോക്കി. നീനെ നോക്കണ്ട സഹീർ, ഞാനല്ല നിന്റെ അനിയനെ ഷൂട്ട് ചെയ്തത്. അവൾ പറഞ്ഞു കേട്ട് അവിടെ വീണ്ടും കണ്ണുകൾ ചുറ്റിനും പാഞ്ഞു. വേദന കാണും. സാവന്തിൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് ചുളയുന്നുണ്ടായിരുന്നു. സഹീറിൻ്റെ കണ്ണുകൾ അവളുള്ള പക ആളിക്കത്തി. ഇല്ല ഇല്ല നന്ദിനി, ഞങ്ങളെ തകർത്തുകൊണ്ട് നീയോ നിന്റെ മറ്റവനെ ഇവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. വർദ്ധിച്ച പകയുടെ അവൻ അവളോടായി മുരണ്ടതും ആ നിമിഷം അവൻ്റെ കൺകോണിലൂടെ എന്തോന്ന് ചീറി പാഞ്ഞുകൊണ്ടുപോയി. അവൻ പെട്ടെന്ന് മുഖം തിരിച്ചപ്പോഴേക്കും സൈഡിലായി ഘടിപ്പിച്ചിരുന്ന വലിയൊരു ക്ലോക്കിൻ്റെ വാൾ പൊട്ടി നിലത്തേക്ക് വീണു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ അവിടെ മാകെ താഴ്ത്തുള്ള ചൂളമടി ശബ്ദം ഉയർന്നു കേട്ടു. സഹീറും സാവന്തും എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ചുറ്റിനും വീശിക്കൊണ്ടിരുന്നു. ആ അങ്ങോട്ടല്ലടാ, കൊഞ്ചം ഇങ്ക് പാര് കണാ. നന്ദ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ സഹീറിൻ്റെ സാവന്തിൻ്റെ കണ്ണുകളിലേക്ക് ആദ്യം കണ്ട് രണ്ട് ബൂട്ടിട്ട കാലുകളായിരുന്നു. പതിയെ കാലുകൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു. വെളിച്ചത്തിലേക്ക് വന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കിയ സഹീറിൻ്റെ ഉള്ളിലൂടെ ഒരു വിറയിൽ പാഞ്ഞുപോയി. അമൻ. സത്യം പറഞ്ഞാൽ അവൻ അമനെ അവിടെ തീരെ പ്രതീക്ഷയില്ല. അവൻ പ്രതീക്ഷിച്ചിരുന്ന മൊത്തം ആനന്ദിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അമനെ അവിടെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സഹീർ ഒരു നിമിഷം മരവിച്ച അവസ്ഥയിൽ നിന്നുപോയി. എന്താ സഹീർ, എന്നോട് തീരെ പ്രതീക്ഷയില്ല അല്ലേ? അമൻ അവൻ്റെ മുന്നിലേക്ക് വന്നൊരു പുഞ്ചിരിയോടെ ചോദിച്ചു കേട്ടതും ആദ്യം ഒന്ന് പതറിയെങ്കിലും സഹീർ അവനെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല അമൻ, സത്യത്തിൽ നിന്നെ ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടും നന്നായി. ഇന്ന് തന്നെ എല്ലാ എണ്ണത്തിനെയും ഒറ്റയടിക്ക് അങ്ങ് തീർക്കാലോ. അവൻ പറഞ്ഞു കഴിഞ്ഞതും കുണ്ടകളിൽ തോന്നിക്കുന്ന കുറച്ച് പേർ അതിനകത്തേക്ക് കയറി വന്ന് അമനെയും നന്ദുവിനെയും വളഞ്ഞു. നീ എന്ത് കരുതി അമൻ? ഞാൻ വെറും ഒരു പോങ്ങനാണെന്നോ? കൃത്യമായിട്ട് കളിക്കാൻ അറിയുന്നവൻ തന്നെയാണ് ഈ സഹീർ മുഹമ്മദ്. അത് ഞാൻ നിനക്ക് വ്യക്തമായിട്ട് തെളിയിച്ചു തരാം. പിന്നെ നീക്ക് കൂടി എനിക്കിട്ട് വെച്ചാ ഈ പണി. അതിൽ നിന്നെയൊക്കെ ഞാൻ പുഷ്പം പോലെ ഊരി വയ്ക്കുന്നത് നീ കണ്ടു. കൊണ്ടും കൊടുത്തും തന്നെയാണ് ഈ സഹീർ മുഹമ്മദ് ഇവിടെ വരെ എത്തിയത്. അവൻ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് അമനോടായി ഒരു പൊച്ചത്തോടെ പറഞ്ഞതും അമൻ തിരികെ അവനെ നോക്കിയെന്ന് പുച്ഛിച്ച് ചിരിച്ചു. അതെനിക്കറിയാം സഹീർ. മുംബൈ പോലീസിൻ്റെ തലപ്പ് തന്നെ നിനക്ക് ഒത്താശ പാടുന്നവരാണല്ലോ അധികവും. അതുകൊണ്ട് തന്നെ ഞങ്ങളും കരുതി തന്നെയാണ് വന്നത്. നിന്നെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല സഹീർ. അതിനുള്ള പണി ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അമൻ പറഞ്ഞു കഴിഞ്ഞതും സഹീർ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. അത് കണ്ട് അവനൊരു ചിരിയോടെ നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്ന് കൈ നീട്ടി. അപ്പോഴേക്കും അവളും ഒരു പുഞ്ചിരിയോടെ കഴുത്തിൽ കിടന്ന ഡയമണ്ടിൻ്റെ ഒരു പെൻഡൻ്റ് ആയുഷ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. സഹീർ അവൻ്റെ കയ്യിലിരുന്ന ആ ലോക്കറ്റിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഇറ്റ്സ് എ ചെയിൻ ക്യാമറ സഹീർ. നീ ചെയ്ത ക്രൂരകൃത്യങ്ങളിലെല്ലാം ഇവളോട് വിളിച്ചു പറഞ്ഞില്ലേ, അതെല്ലാം ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക് ന്യൂസ് ഇതായിരിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ സഹീർ മുഹമ്മദിൻ്റെ സാമ്രാജ്യം മുഴുവനും തകർന്ന് തരിപ്പണമാകും. വല്ലാത്തൊരു ഭാവത്തിൽ അമൻ പറഞ്ഞതും സഹീറിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഇല്ലടാ, അതിന് നീയൊക്കെ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോയിട്ട് വേണ്ടേ? തല്ലിക്കൊല്ലടാ ഈ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഗുണ്ടുകളുടെ നേരെ അലറിയതും അവർ ഓരോരുത്തരായി അമൻ്റെ നേരെ പാഞ്ഞെടുത്തു. അതിലൊരുത്തൻ നന്ദുവിനെ വന്ന് പിടിച്ചതും നിമിഷം നേരം കൊണ്ട് അവൻ നിലത്തേക്ക് മുഖമടച്ചു വീണു. ഒരു നിമിഷം എല്ലാവരും ഞെട്ടലോടെ അങ്ങോട്ട് നോക്കിയത് അവിടെ സംഹാരരുദ്ധനെ പോലെ നിൽക്കുന്ന ആനന്ദിനെ കണ്ടൊന്ന് പകച്ചു. അവൻ്റെ ഡ്രസ്സിൽ മുഴുവനും ചോര പോരുണ്ടിരുന്നു. മുടിയാകെ അലങ്കോലമായി കിടന്നു. കണ്ടാൽ തന്നെ ഒരു സംഘടന കഴിഞ്ഞ് വന്നതാണെന്ന് പറയാം. ആനന്ദ്, എന്തായി പുറത്തെ കാര്യങ്ങൾ? ഓൾ ക്ലിയർ. ഏ സർ.
അമൻ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും സമയം വേവിച്ചത്. നിന്റെ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. സോ ദ ഗെയിം ഇസ് ഓൺ. ഒറ്റയോളം ജീവനോടെ പുറത്തു പോകരുത് ആനന്ദ്. അത്രയും പറഞ്ഞിട്ട് അമൻ അവനെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചതും ആനന്ദിന്റെ മുഖത്ത് വന്യമായൊരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങും ആനന്ദ്. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നന്ദുവിന്റെ കഴുത്തിലിട്ടിരുന്ന ആ ചെയിൻ ഉയർത്തി കാണിച്ച ശേഷം അവരെ നോക്കി നിന്ന് തലയാട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവൻ പോയി കഴിഞ്ഞതും ആനന്ദ് സഹേനെ നോക്കി ക്രൂരമായി നിന്ന് ചിരിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കിയ ആനന്ദിന്റെ കണ്ണുകൾ ചോരച്ചോപ്പാർന്നു. അവനൊരു നിമിഷം പോലും പാഴാക്കാതെ പാഞ്ഞു ചെന്ന് സഹേനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. നിനക്കെന്റെ പെണ്ണിനെ വേണം അല്ലടാ. നിലത്ത് വീണ് കിടന്നവന്റെ മുടിയിൽ പിടിച്ചു പൊക്കിക്കണ്ട് അവന്റെ മൂക്കിൽ പഞ്ച് ചെയ്യുന്നതിനിടയിൽ അവൻ അലറിക്കൊണ്ട് ചോദിച്ചു. പിന്നെ അവിടെ നടന്നത് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. സഹീനെയും അവന്റെ ഗുണ്ടകളെയും ആനന്ദ് ഒരു മയമില്ലാതെ തല ചതച്ചു. നന്ദു ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ആനന്ദിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ സാവന്ത് ഒരു സൈഡിൽ നിന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ ഇതെല്ലാം വീശിക്കൊണ്ടിരുന്ന നന്ദുവിനെ കണ്ടും ഒരു നിമിഷം ഒന്ന് നിന്നും. ഇല്ലടി, ഞങ്ങളെ സാമ്രാജ്യം തകർത്തുകൊണ്ട് നിന്റെ മുഖത്ത് ഈ ചിരിഞ്ഞു വേണ്ട. അത് മനസ്സിൽ പറഞ്ഞിട്ട് അവൻ അവളെ അരികിലേക്ക് പതിയെ നടന്നു വന്നു. അവളെ പിന്നീട് വന്ന് അവളെ മുടിക്കത്തിൽ അമർത്തി പിടിച്ചതും അവളൊന്ന് വേച്ചുപോയി. നന്ദുവിന്റെ അലർച്ച കേട്ടതും ആനന്ദ് തിരിഞ്ഞു നോക്കി. ആ സമയം അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയാണ് തെളിഞ്ഞത്. ആ വിടാനെ. നന്ദ് കൈമുട്ടുകൊണ്ട് അവന്റെ വയറ്റിൽ ആഞ്ഞിടിച്ചുകൊണ്ട് അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഡി. അവളെ പ്രഹരത്തിലൊന്ന് പതറിപ്പോയ സാവന്ത് അവളെ നേരെ പാഞ്ഞു വന്നതും അവൾ അവനെ പ്രഹരിക്കാനായി അടുത്ത് കിടന്ന ഒരു ഇരുമ്പ് വടി കയ്യിലേക്ക് എടുത്തു. എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളെ നിന്ന് നിലത്തേക്കിട്ടു. ശേഷം തിരിഞ്ഞിന്ന് ആനന്ദിനെ വിളിച്ചു. നന്ദേട്ടാ. അവൾ വിളിച്ചു കേട്ട് സഹേനെ പ്രഹരിച്ചു കൊണ്ടിരുന്ന ആനന്ദ് തിരിഞ്ഞു നോക്കി. എന്താടി, ഹെൽപ്പ്? അവൻ ചോദിച്ചു കേട്ട് അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അപ്പോഴേക്കും അവൻ സഹേനെ തൂക്കി എറിഞ്ഞുകൊണ്ട് അവളെ അരികിലേക്ക് പാഞ്ഞു വന്ന് സാവന്തിനെ ചവിട്ടി നിലത്തേക്കിട്ടു. എന്താടി പുല്ല് നിനക്ക്? കുറേ നേരമായില്ല തട്ടിമുട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്. എങ്ങനെ ഡിഫറ്റ് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് ചിരിച്ച് കാണിച്ചു കൊടുത്തു. അത് പിന്നെ എനിക്കറിയാം, പക്ഷെ നമ്മുടെ വാവയ്ക്ക് അറിയില്ലല്ലോ. വാട്ട്? വയറിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് അവനൊരു ഞെട്ടലോടെ ചോദിച്ചതും അവൾ നാണത്തിൽ കലർന്ന പുഞ്ചിരിയുടെ തല കുനിച്ചു നിന്നു.